അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. തിമിരം അഥവാ കാട്രാക്ട് എന്ന് പറയുന്ന നമ്മളുടെ കണ്ണിനകത്തുള്ള ലെൻസിനെ ബാധിക്കുന്ന ഒരസുഖം. അത് മിക്ക ആളുകളിലും അത് പ്രായത്തിൻ്റെ ഒരു പ്രയാസത്തിൽ വരുന്ന ഒരു ഘടകമാണ്. നമ്മുടെ തലയിൽ അല്ലെങ്കിൽ മുടി, ശരീരത്തിലെ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ മുടികൾ നിരക്കുന്ന പോലത്തെ ഒരു സ്വാഭാവിക ഒരു പ്രായത്തിൻ്റെ മാറ്റമാണ് തിമിരം എന്നുള്ളത്. കുറഞ്ഞ ആൾക്ക് മറ്റ് പല കാരണങ്ങളോടും ഉണ്ടാവാം. എന്ത് കാരണം കൊണ്ട് തിമിരമുണ്ടായാലും അതിന് ചികിത്സ സർജറി ചെയ്ത് ആ തിമിരം ഒഴിവാക്കിയിട്ട് പകരം ആർട്ടിഫിഷ്യൽ ലെൻസ് ഇടുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ കാറ്ററാക്ട് സർജറി എന്ന് പൊതുവെ പറയാറുള്ളത്. അപ്പോൾ ഈ ഒരു കാറ്ററാക്ട് ഉണ്ട്, അതിന് സർജറി വേണം എന്ന് പറഞ്ഞാൽ പല ആളുകളും പല കാരണങ്ങൾ പറഞ്ഞ് അത് വൈകിപ്പിക്കുന്നതായിട്ടാണ് കാണാറുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് കാറ്ററാക്ട് എന്നുള്ളത് നമ്മളെ കണ്ണിൻ്റെ കാഴ്ചയെ മറക്കുന്ന ഒരു പ്രയാസമാണ്. അത് പല രീതിയിലുണ്ടാവാം. ചിലർക്ക് രാത്രി മാത്രം അങ്ങനെ ഉണ്ടാകുന്നവരുണ്ട്. ചിലർക്ക് വെയിലത്ത് നോക്കാൻ പോലും പ്രയാസമുള്ള രൂപത്തിൽ നല്ല കണ്ണ് ഇറുക്കി നോക്കുന്ന പ്രയാസം, അല്ലെങ്കിൽ രാത്രി വണ്ടീൻ്റെ ലൈറ്റ് കാണുമ്പോൾ പ്രയാസം, അങ്ങനത്തെ രീതിയിലുണ്ടാവാം. ചിലർക്ക് അത് നോക്കുന്ന ലൈറ്റ് സ്പ്രെഡായിട്ട് കാണുന്ന പ്രയാസം ഉണ്ടാവാറുണ്ട്. ചില ആൾക്ക് ഒരു വസ്തുവിനെ നോക്കുമ്പോൾ 2, 3, 4 ഒക്കെ ആയിട്ട് കാണുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. അങ്ങനെ പല ആൾക്കും ഈ കാഴ്ചനെ ബാധിക്കുന്നതിന് പല രൂപത്തിലാവാം. ചിലർക്ക് ദൂരമുള്ളത് കാണാൻ പ്രയാസം ഉണ്ടാവും, ചിലർക്ക് അടുത്തുള്ളത് കാണാൻ പ്രയാസം ഉണ്ടാവും. ഇങ്ങനെയൊക്കെ പല രൂപത്തിലുണ്ടാവും. എന്തൊക്കെ കാരണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും നമുക്ക് അതൊരു നിങ്ങളുടെ ജീവിതത്തിൽ നിത്യജീവിതത്തിൽ അതൊരു പ്രയാസമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ സർജറി ചെയ്യുക എന്നുള്ളതിനാണ് അതിൻ്റെ പരിഹാരം. പിന്നെ നമുക്ക് 2 കണ്ണുള്ളതുകൊണ്ട് 2 കണ്ണ് തുറന്നിരിക്കുന്ന അവസ്ഥയിൽ ഒരു കണ്ണ് പതിയെ പതിയെ തിമിരം വന്ന് പൂർണ്ണമായിട്ട് മൂടിയാൽ പോലും ചിലപ്പോൾ ആളുകളത് ശ്രദ്ധിക്കാതെ പോകുന്നതാണ്. പ്രത്യേകിച്ചും ഒരു കണ്ണിൻ്റെ 2 തിമിരം ഉണ്ടായിരുന്നു, ഒരു കണ്ണിൻ്റെ സർജറി ചെയ്തു, അതിന് അൽഹംദുലില്ലാഹ് നല്ല കാഴ്ച കിട്ടിയിട്ടുണ്ടെങ്കിൽ പലപ്പോഴും രണ്ടാമത്തെ കണ്ണിനെ അവഗണിക്കുന്നതായിട്ടും കാണാറുണ്ട്. അങ്ങനെ ആ കണ്ണിലെ തിമിരം മൂത്ത് അതിൻ്റെ ഒരു പ്രത്യേക ഘട്ടങ്ങളിൽ അതിൻ്റെ ക്യാപ്സൂൾ പൊട്ടി കണ്ണിലെ പ്രഷർ കൂടി പ്രയാസപ്പെട്ട അവസ്ഥയിലാണ് പലപ്പോഴും ആളുകൾ എത്തിപ്പെടാറുള്ളത്. അതുകൊണ്ട് തന്നെ സർജറി നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ അത് വേഗം ചെയ്യുന്നതാണ് ബുദ്ധി. കാരണം 2 കാര്യങ്ങളാണ് അതിലുള്ളത്. ഒന്ന്, സർജറി വൈകിപ്പിച്ചു എന്നുള്ളതുകൊണ്ട് നമുക്ക് കാഴ്ച തകരാറ് കൂടല്ലാണ്ട് അഥവാ കാഴ്ചയുടെ പ്രയാസം കൂടല്ലാണ്ട് ഒരിക്കലും കുറയില്ല. കാരണം തിമിരം വന്നു കഴിഞ്ഞാൽ അത് ലെൻസിൻ്റെ എല്ലാ ഭാഗത്തും ഒരേപോലെ ഒന്നിച്ച് ബാധിക്കണമെന്നില്ല, ചെറിയ രീതിയിൽ ബാധിക്കുക. പിന്നെ ഇപ്പോൾ അതേ പ്രോഗ്രസ് ചെയ്യല്ലാതെ അത് കുറയുന്നതായിട്ട് നമ്മൾ കണ്ടില്ല. അതുകൊണ്ട് തന്നെ തിമിരം കൊണ്ടുണ്ടാകുന്ന കാഴ്ച തകരാറ്, ആ ബുദ്ധിമുട്ട് നമുക്ക് ദിവസം ചെല്ലുന്തോറും ആ പ്രയാസം കൂടി വരും എന്നല്ലാതെ കാഴ്ച കൂടുതൽ മങ്ങി വരും എന്നല്ലാതെ വേറെ വൈകിപ്പിക്കുന്നുണ്ട് ഗുണമൊന്നുമില്ല. രണ്ടാമത്തെ കാര്യം, തിമിരത്തിൻ്റെ സർജറി ചെയ്യുമ്പോൾ സർജറീൻ്റെ റിസ്ക് നേരത്തെ ചെയ്യുകയാണെങ്കിൽ റിസ്ക് കുറയും. വൈകും തോറും സർജറി ചെയ്യുന്നത് കുറച്ചുകൂടി സർജറിനെ സംബന്ധിച്ചുള്ള റിസ്ക്കാണ്. റിസ്ക് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ റിസൾട്ടിലും ചെറിയ മാറ്റം ഉണ്ടാവാം. കുറച്ചുകൂടി നല്ല തെളിഞ്ഞ കാഴ്ച കിട്ടണമെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ സർജറി ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ കൊണ്ട് സർജറി നിർദ്ദേശിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സംശയം ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കൂടി കണ്ടിട്ട് എന്ത് ചെയ്യാം, സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാം. ആ ഡോക്ടറും സർജറി പറഞ്ഞാൽ നമ്മൾ പിന്നെ വൈകിപ്പിക്കാതെ ചെയ്യുന്നത് നല്ലത്. അതല്ലാതെ മറ്റെന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് വീട്ടിൽ കുട്ടികൾക്ക് പഠനം അല്ലെങ്കിൽ കല്യാണം അങ്ങനെ എന്തെങ്കിലും കാരണം പറഞ്ഞ് വല്ലാണ്ട് വൈകുകയാണെങ്കിൽ ചെറിയ അത്യാവശ്യ ഘട്ടങ്ങളൊക്കെ, അതർവൈസ് ആവശ്യമില്ലാതെ നമ്മൾ വൈകിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നീട് ഇപ്പോൾ നമുക്ക് ചെയ്യൽ പ്രയാസമായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ അത്ര തന്നെ സിമ്പിളായിട്ടുള്ളൊരു ഘട്ടത്തിലൂടെ ആവില്ല നമ്മൾ പോവുക. ചിലപ്പോൾ ജീവിത പ്രയാസങ്ങൾ വീണ്ടും മാറി വന്നേക്കാം. അതുകൊണ്ട് എപ്പോഴാണ് കംഫർട്ടബിൾ അത് ഏർലിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നല്ലത്. ആ രീതിയിൽ നമുക്ക് നല്ല കാഴ്ച നിലനിർത്താൻ റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.